Welcome to Tasty Buds. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് നമ്മൾ പുതിയ വിഭവമാണ് ഉണ്ടാക്കുന്നത്. അത് അയിലത്തോരനാണ്. അയില നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടാണ് ചെയ്യുന്നത്, ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കേട്ടോ. കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് തേങ്ങയുടെ കൂടെ ഇതൊക്കെ ചതച്ചെടുത്ത് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അയിലത്തോരന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഒരു വലിയ അയിലയാണ് കേട്ടോ. ഇവിടുത്തെ വലിയ അയില ഒന്ന് ഉപ്പിട്ട് വേവിച്ചതാണ്. വേവിച്ചതിന് ശേഷം അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി, കറുത്ത പുളി, പിന്നെ 6 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വല്ലാതെ അരയരുത്, ഒരു മീഡിയം ഗ്രെയിനായിട്ട് നമ്മൾ ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് മീഡിയം ഗ്രൈൻഡായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതായത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി തിരിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കടായി നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടട്ടെ. നമുക്ക് കുറച്ച് ഒന്ന് മൂടി വയ്ക്കാം. അതുകൊണ്ട് കടുക് മേലേക്ക് തെറിക്കാതിരിക്കാൻ മൂടി വയ്ക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച മസാല ഇട്ട് കൊടുക്കാം. നമ്മളത് തേങ്ങയും എല്ലാം കൂടി ചതച്ചതാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറണം കേട്ടോ. ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറട്ടെ, അതുവരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ചുവന്ന ഉള്ളിയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. തേങ്ങയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി സ്റ്റിർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ മീനൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം മീൻ ഞാൻ കണ്ടതിൽ നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് മീനും അതുപോലെ ഈ മസാലയൊക്കെ കൂടി ഒന്ന് ഇതിൽ പിടിക്കണം, മീനിൽ പിടിക്കണം. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഒഴിക്കാനുള്ളതും കൂടി നമുക്ക് ഒഴിക്കുക. അത് മീനൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടുത്തത് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തു. വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നമ്മൾ മീൻ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് വെക്കണം.
നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. കാരണം ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. 2 മിനിറ്റോ 3 മിനിറ്റോ മാക്സിമം ഒരു 3 മിനിറ്റ് മതിയോ കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് കിടക്കുന്നത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട്, അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കാം. കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു കളർ വന്നില്ലേ. നമ്മളൊന്ന് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കണം. ആ മഞ്ഞളിൻ്റെ പച്ചച്ചുവന്ന് മാറിക്കോട്ടെ. അപ്പോൾ 1 മിനിറ്റും കൂടി കഴിഞ്ഞു. നമ്മുടെ മഞ്ഞളിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ അയിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അയിലത്തോരൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. നമ്മൾ അയില വേവിച്ചെടുക്കുന്ന സമയം മാത്രമേ ഇതിനെടുക്കുള്ളൂ. ബാക്കിയുള്ള അതൊക്കെ വളരെ ഈസി സ്റ്റെപ്സാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എന്നും പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കേട്ടോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്.